ഇത് മാജിക് അല്ല, നേരെ മറിച്ച് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു സന്ദേശമാണ്. ഒരു വലിയ മാജിക്കേ അല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിന്ന് ഭാരതത്തെക്കുറിച്ച് പറഞ്ഞു, ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയെക്കുറിച്ച് പറഞ്ഞു, ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയിലുള്ള 3 നിറങ്ങളെ പറ്റി പറഞ്ഞു. ഇതിനകത്ത് 3 നിറങ്ങളുണ്ട്: സാഫ്രൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ, അല്ലേ? 3 നിറങ്ങളാണുള്ളത്. ഈ 3 നിറങ്ങളെ നമ്മുടെ ഈ മാജിക് കഴിയുന്നവരേക്കും നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങളായിട്ടല്ല, നേരെ മറിച്ച് നമ്മുടെ ഭാരതത്തിലെ 3 മതങ്ങളായിട്ട് കണക്കാക്കുക. ഈ കുങ്കുമ നിറത്തുള്ളത് ഹിന്ദു മതമാണെങ്കിൽ, വെള്ള നിറത്തുള്ളത് ക്രിസ്തു മതമാണ്, പച്ച നിറത്തുള്ളത് ഇസ്ലാം മതമാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് മുമ്പ് മതങ്ങൾ തമ്മിൽ വേറിട്ട് നിന്നിരുന്നു. മഹാത്മാഗാന്ധി മനസ്സിലാക്കി, മതങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചാൽ മാത്രമേ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മതങ്ങളെ തമ്മിൽ കൂട്ടിക്കെട്ടി. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന 2 മതങ്ങളെ, അതായത് ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഞാനിങ്ങനെ തൽക്കാലത്തേക്ക് കൂട്ടിക്കെട്ടുന്നു. പച്ചക്കയറും വെള്ളക്കയറും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ച് മറ്റ് മതങ്ങളെ അദ്ദേഹം കൂട്ടിയോജിപ്പിച്ചതുപോലെ തന്നെ മറ്റ് 2 നിറങ്ങളെ, അതായത് കുങ്കുമം, വെള്ള 2 നിറങ്ങളെ ഞാൻ കൂട്ടിയോജിപ്പിക്കുന്നു. അപ്പോൾ കൂട്ടിക്കെട്ടിയ 3 മതങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്: കുങ്കുമം, വെള്ള, പച്ച, അല്ലെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യാനി, മുസൽമാൻ 3 നിറങ്ങൾ. നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടി, പക്ഷേ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ബാബരി മസ്ജിദ്, രാമജന്മഭൂമി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിമാർ വെടിയേറ്റ് മരിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എന്താ കാരണം? ഈ ഏച്ചുകെട്ടാണ്. ഏച്ച് കെട്ടിക്കഴിഞ്ഞാൽ മുഴച്ചിരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുമതക്കാരായ കൊണ്ട് ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഒരു ഉസ്മാനും പാത്തുമ്മയുമാണെങ്കിൽ ഞാൻ ഇസ്ലാം മതക്കാരനാവും. എൻ്റെ അച്ഛനും അമ്മയും ഒരു ജോസഫ് മേരിയുമാണെങ്കിൽ ഞാൻ ആരാവും? ക്രിസ്തു മതക്കാരനാവും. അപ്പോൾ ഇന്ന മതമാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം എനിക്കോ നിങ്ങൾക്കോ ആരും തന്നിട്ടില്ല. നമ്മളൊരു മതത്തിൽ വന്നു, അതുകൊണ്ട് നമ്മുടെ മതം നല്ലതാണ്, മറ്റു മതങ്ങൾ മോശമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഏച്ചുകെട്ടില്ലാത്ത ബന്ധമാണ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ബോധമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ചെയ്യുന്നത്, ഈ കയറിനെ ഞാൻ എൻ്റെ കയ്യിൽ ഒതുക്കി വയ്ക്കുന്നു. അതിനുശേഷം ഇത്തിരി മാജിക് സോൾട്ട് ഇടുന്നു. എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇടുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏച്ചുകെട്ടില്ലാത്ത, വലിച്ചാൽ മുറിയാത്ത, ഒറ്റച്ചരടിൽ കോർത്തതുപോലെയുള്ള ബന്ധമാണ്. അതായത് നമ്മളെല്ലാവരും ഒന്നാണ് എന്നർത്ഥം.